അപ്പോൾ നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം. പാമ്പൻ പാലം, പുതിയ പാമ്പൻ പാലം നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പഴയ പാമ്പൻ പാലത്തിൻ്റെ 10 വിവരങ്ങൾ, പുതിയ പാമ്പൻ പാലത്തിൻ്റെ 10 വിവരങ്ങൾ നോക്കാം. ആദ്യം പഴയ പാമ്പൻ പാലം 10 വിവരങ്ങൾ നോക്കാം. പഴയ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തത് 1914 ഫെബ്രുവരി 24 ആണ്. അത് റെയിൽവേ പാലം. അതിൻ്റെ സ്ഥാനം വരുന്നത് മാന്തുമ്പം മുതൽ രാമേശ്വരം ദ്വീപ് വരെ. ദൈർഘ്യം വരുന്നത് ഏകദേശം 2065 മീറ്റർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കടലിനു മീതെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ പാലമാണ്. തുറക്കാവുന്ന വിഭാഗമാണ്. ഇരട്ട ലീവ് ബാസ്ക്യൂൾ ബ്രിഡ്ജ്. നിർമ്മിച്ചത് റോളിംഗ് ലിഫ്റ്റ് ടെക്നോളജി. പാലം കടക്കുന്ന സ്ഥലം പാമ്പൻ ചാനൽ. മുൻകാലത്തെ പ്രധാന പങ്ക് തമിഴ്നാട്ടിനെ രാമേശ്വരവുമായി ബന്ധിപ്പിക്കുന്ന ഏക വഴിയായിരുന്നു ഈ പഴയ പാമ്പൻ പാലം. ആവശ്യം വന്നത് കാലക്രമേണ കെടുതികൾ കണ്ടതിനാൽ പുതിയ പാലം നിർമ്മിക്കേണ്ടി വന്നു. ഇനി പുതിയ പാമ്പൻ പാലം നോക്കാം. പദ്ധതി ആരംഭം 2019 ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമായാണ്. അതിൻ്റെ തരം വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ സീ ബ്രിഡ്ജ്, അതായത് നേരിട്ട് ഉയർത്താവുന്ന പാമ്പൻ പാലം. ദൈർഘ്യം വരുന്നത് ഏകദേശം 2.7 കിലോമീറ്റർ. സാങ്കേതികത ഓട്ടോമാറ്റഡ് ലിഫ്റ്റ് സംവിധാനം. 63 മീറ്റർ ഭാഗം ഉയർത്താനാകും. ട്രെയിൻ വേഗത പരമാവധി 100 km/മണിക്കൂർ. ഉദ്ദേശ്യം പഴയ പാലത്തിന് പകരം കൂടുതൽ സുരക്ഷയും ശേഷിയുമുള്ള പാലം ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഭാവിയിലേക്ക് നോക്കുന്നത് ഇലക്ട്രിഫൈഡ് റെയിൽവേക്ക് അനുയോജ്യമായ പുതിയ പാലം. ഭദ്രതാ സംവിധാനങ്ങൾ. വൈദ്യുതീകൃത നിയന്ത്രണം, അടിയന്തര ഇടപെടൽ സംവിധാനം. നിർമ്മാണം നടത്തിയത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്. RLVN ആണ് പുതിയ പാമ്പൻ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത് 2025 ഏപ്രിൽ 6 അത് എല്ലാവരും നോട്ട് ചെയ്തോളൂ. അതൊരു കറണ്ട് അഫെയർ ചോദ്യമാണ്. പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം നടന്നത് 2025 ഏപ്രിൽ 6. പിന്നെ വേറൊരു കറണ്ട് അഫയേഴ്സ് നോക്കാം. ഇലോൺ മസ്കിൻ്റെ XAI പുതുതായി പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് 3. ബ്ലൂ ഗോസ്റ്റ് പേടകത്തെ ചന്ദ്രനിലിറക്കി അമേരിക്കൻ സ്വകാര്യ കമ്പനിയായ ഫയർഫ്ലൈ എയറോസ്പേസ്. ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡറാണ് ഇത്. ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമാകുന്ന ആദ്യത്തെ സ്വകാര്യ ലാൻഡർ എന്നീ നേട്ടങ്ങൾ ബ്ലൂ ഗോസ്റ്റ് സ്വന്തമാക്കി. പിന്നെ ഓസ്ട്രേലിയൻ താരം സ്റ്റീവൻ സ്മിത്ത് ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇന്ത്യൻ ടേബിൾ ടെന്നീസ് ഇതിഹാസം അജന്ത ശരത് കമൽ മത്സരരംഗത്ത് നിന്ന് വിട പറയുന്നു. കായിക രംഗത്തെ നേട്ടങ്ങൾക്ക് 2022 രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽ രത്ന നേടിയിട്ടുണ്ട്. ബംഗ്ലാദേശ് വിക്കറ്റ് കീപ്പർ ബാറ്റർ മുഷ്ഫിഖുർ
റഹീം ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. പിന്നെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിൻ്റെ ഭാഗമായി ബഹിരാകാശത്ത് വെച്ച് ഡോക്ക് ചെയ്ത SDX-01, SDX-02 എന്നീ പേടകങ്ങൾ 2 മാസത്തിനു ശേഷം വേർപെടുത്തി. US, റഷ്യ, ചൈന എന്നിവയ്ക്ക് ശേഷം ബഹിരാകാശത്ത് ഡോക്കിംഗ് നടത്തിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. പിന്നെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഇംപീച്ച്മെൻറ്റ് നടപടി നേരിട്ട ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് വി. രാമസ്വാമി അന്തരിച്ചു. ഇന്ത്യയുടെ മുൻ ഓൾറൗണ്ടർ സയ്യിദ് ആബിദ് അലി അന്തരിച്ചു. പ്രശസ്ത എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ AK പുതുശ്ശേരി അന്തരിച്ചു. മുൻ കേന്ദ്രമന്ത്രി ദേബേന്ദ്ര പ്രധാൻ അന്തരിച്ചു. ലാറ്ററൈറ്റ് ബേബി എന്ന ആർക്കിയോളജിക്കൽ ലോകത്ത് അറിയപ്പെടുന്ന പ്രശസ്ത ആർക്കിയോളജിസ്റ്റ് ഡോക്ടർ P. രാജേന്ദ്രൻ അന്തരിച്ചു. മൗറീഷ്യസിൻ്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദ സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓപ്പൺ പുരസ്കാരം മൗറീഷ്യസ് പ്രസിഡന്റ് ധരംബീർ ഗോകുൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനും അസ്ത്ര V1 എന്ന ഡ്രോൺ വികസിപ്പിച്ച് കോട്ടയം IIIT 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാളത്തിലേക്കുള്ള വിവർത്തന പുരസ്കാരത്തിന് KV കുമാരൻ അർഹനായി. L. ഭൈരപ്പയുടെ കന്നഡ നോവലായ യാനം അതേ പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് പുരസ്കാരം. പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ്സിൽ ഇന്ത്യയുടെ അരവിന്ദ് ചിദംബരത്തിന് കിരീടം. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം മുംബൈ ഇന്ത്യൻസിന്. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 8 റൺസിന് കീഴടക്കി. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ വിജയികളായി. ടെഹ്റാനിൽ നടന്ന ഫൈനലിൽ ഇറാനെ തോൽപ്പിച്ചായിരുന്നു വിജയം. 10.20 സെക്കൻഡിൽ ഓട്ടം പൂർത്തിയാക്കി പുരുഷന്മാരുടെ 100 മീറ്റർ ദേശീയ റെക്കോർഡിട്ട് ഗുരീന്ദർ വീർ സിംഗ്. തോമസ് ബാങ്കിനെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ത്യ വേദിയാകും. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളേ, മിക്കവാറും അത് വരാൻ ചാൻസ് ഉണ്ട്. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ത്യ വേദിയാകും. ഭൂകമ്പ ദുരിതമനുഭവിക്കുന്ന മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. അത് ഒരു ഇമ്പോർട്ടൻ്റ് നോട്ടാണ്. ഭൂകമ്പ ദുരിതമനുഭവിക്കുന്ന മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടപ്പിലാക്കിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ കടൽപ്പാലമായ രാമേശ്വരത്തെ പാമ്പൻ പാലം 2025 ഏപ്രിൽ 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. അത് മുകളിൽ പറഞ്ഞ സംഭവം തന്നെയാണ്.
പിന്നെ 2025 മാർച്ചിൽ ബംഗാൾ ഉൾക്കടലിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവികാഭ്യാസമാണ് ബോംഗോസാഗർ. ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്രവിഭൂഷണ പുരസ്കാരം ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായക പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. കൃത്യമായ വിളവിവരങ്ങൾ ശേഖരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ. റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി പൂനം ഗുപ്തയെ നിയമിച്ചു. ഫോബ്സിൻ്റെ ഈ വർഷത്തെ ശതകോടീശ്വര പട്ടികയിൽ ഇലോൺ മസ്ക് ആഗോളതലത്തിൽ ഒന്നാമതെത്തി. $34,200 കോടി മസ്കിൻ്റെ ആസ്തി. $9,250 കോടി ആസ്തിയുള്ള മുകേഷ് അംബാനിയാണ് ഇന്ത്യക്കാരിൽ മുന്നിൽ. $550 കോടി ആസ്തിയുള്ള M.A. യൂസഫലിയാണ് അതിസമ്പന്നനായ മലയാളി. 2025 ബിംസ്റ്റെക് ഉച്ചകോടി തായ്ലാൻഡിൽ നടന്നു. ഗ്രീസിലെ ആൻഡ്രിയാവിയ വ്യോമതാവളത്തിൽ നടന്ന ബഹുരാഷ്ട്ര വ്യോമാഭ്യാസമാണ് ഇനിയോച്ചോസ് 25. പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ഡോക്ടർ H.V. ഈശ്വരന്. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള വരവേദി പുരസ്കാരം പ്രമുഖ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ പ്രൊഫസർ G.N. പണിക്കറിന്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.